ഒരു ലേഡി സർജറി കഴിഞ്ഞ് പോകാൻ നിൽക്കുക. അപ്പോൾ അവർ ചോദിച്ചു സാർ റെസ്റ്റ് എന്തെങ്കിലും വേണം. ഞാൻ റെസ്റ്റ് ഒന്നും വേണ്ട, ഒന്നുമില്ല, ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് ലേഡി പറഞ്ഞു സാർ അങ്ങനെ പറയരുത്, ആകെ കിട്ടുന്ന സമയം 2 ആഴ്ച റെസ്റ്റ് പറയണം. നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് ലേ മെറിഡിയനിലെ കൊച്ചി ലേ മെറിഡിയനിലെ ബുഫയാണ്. മീൻകറി, ചോറ് എല്ലാം കൂടി ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കൂടെ 2 പേര് കൂടിയുണ്ട്. കോട്ടക്കൽ ആസ്റ്ററിലെ ഡോക്ടർ ഫൈസലും ഡോക്ടർ തേസിനും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ കൈ കൊണ്ട് കഴിക്കുന്നു, ഇവര് സ്പൂൺ കൊണ്ട് കഴിക്കുന്നു. അപ്പൊ ഇവര് ഡോക്ടർമാരാണ്. മീനൊന്നും കൊണ്ട് കഴിച്ചാൽ ശരിയാവില്ല. ചുമ്മാ തുടങ്ങിയെന്നുള്ളൂ. ഡോക്ടറെ, ഫസ്റ്റ് ചോദ്യം, പണ്ടത്തെ സിനിമയില് ഒരാളെ സിനിമയിൽ മരിക്കാൻ പോകാൻ നമുക്ക് മനസ്സിലാവുക എന്തെങ്കിലും ഒരു രോഗത്തിന്റെ പേര് പറയുമ്പോഴാണ്, അല്ലേ? അങ്ങനെ ഒരു പരിപാടിയാണല്ലോ. ഇപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസസ് അമ്മയുടെ കൈ ഒടിഞ്ഞപ്പോൾ, പിന്നെ ഇവർക്ക് ഒരു അലർജി വന്നപ്പോൾ ഒക്കെ ഉണ്ടായി. ഐ ഫീൽ ലൈക്ക് ഡോക്ടർമാരൊന്നും ഇപ്പോൾ പഴയ പോലെ മസിൽ പിടിച്ച് നടക്കുന്ന ആൾക്കാരല്ല. നേഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ചകോര സിനിമയിലെ ശാന്തികൃഷ്ണനെ പോലെ ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല. ഇപ്പം എവറിത്തിങ് ഹസ് ചേഞ്ച്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയാൻ? മൃണാൾ പറഞ്ഞ വളരെ എന്താ പറയുക അർത്ഥവത്തായ കാര്യമാണ്. കാരണം ആ ഒരു സിനാരിയോ ചേഞ്ച് ചെയ്തു, മനസ്സിലായി. ഇപ്പോൾ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം മോർ ഫ്രണ്ട്ലി, ഹോംലി. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഹോംലി ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോയപ്പോൾ, ബട്ട് സ്റ്റിൽ ലക്ഷറി അല്ല. സ്റ്റിൽ യു ഹാവ് എ ഹോംലി ഫുഡ് ഇൻ യുവർ ട്രാവൽ എന്ന് പറയുമ്പോൾ യു ഫീൽ സം ഒരു അഫെക്ഷൻ തോന്നും. അതേ ഒരു ഇതാണ് നമ്മളിപ്പം ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീസ് കമ്മിങ് അപ്പ്, ഇറസ്പെക്റ്റീവ് ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ. സോ ദാറ്റ് ആ ഒരു ഹോസ്പിറ്റാലിറ്റി ടു ദ കോർ മനോഭാവം എന്നാലേ ഉള്ളൂ രോഗികൾക്ക് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ റിക്കുർപ്പേഷൻ എന്ന് പറയില്ലേ, ഈ ഒരു അസുഖം കഴിഞ്ഞാൽ അത് റീജുവനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പേഷ്യൻ്റെ മെൻ്റൽ സ്റ്റാറ്റസുമായിട്ട് ഭയങ്കര ബോണ്ടഡാണ്. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിസർച്ച് ഉണ്ടാക്കുന്ന കാര്യം. പേഷ്യൻ്റ് ഇപ്പം സർജറിക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു രോഗസമയത്ത് പേഷ്യൻ്റ് ഹാപ്പി ആണെങ്കിൽ റിക്കവറി ഈസ് വെരി ഫാസ്റ്റ്. അതൊരു ഭയങ്കര ഒരു ആ സൈക്കോളജിക്കൽ. നിങ്ങൾ റൂമിൽ TV വെക്കുന്നത്, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഡ്രിപ്പും പഴയ സാധനങ്ങളും മോണിറ്ററും ഒന്നും ഇല്ല. എവറിത്തിങ് ഈസ് ലൈക്ക് സൈലന്റ്. ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ്സിന്റെ ഒരു മോഡേൺ ഡേ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് കുത്തലില്ല. മറ്റേ എൻ്റെ അമ്മ കൈ ഒടിഞ്ഞു സീനൊക്കെ ആയി. പിന്നെ ഞങ്ങൾ ഗോവയിലായിരുന്നു. ഞങ്ങൾ ഗോവയിൽ നിന്ന് തിരിച്ചു വന്ന് കണ്ണൂർ ആസ്റ്ററിലാണ് അഡ്മിറ്റ് ചെയ്തത്. അമ്മ കൺസേൺഡ് ആയിട്ടുള്ളത് കൈ ഒടിഞ്ഞതിനെ പറ്റിയിട്ടല്ല, ഇന്ന് ചില്ലി ചിക്കൻ വേണോ അതോ ഹോസ്പിറ്റൽ ബെഡില്. ഹോസ്പിറ്റലിൽ വന്ന ഒരു മെനു എടുത്തു. അപ്പൊ അമ്മ എടുത്ത് എന്ത് വേണം, അപ്പൊ കുറെ കറിയുടെ. അപ്പൊ അമ്മ ഭയങ്കര അത്ഭുതപ്പെട്ടു. സാധാരണ നമ്മള് മറ്റേ ഇതും കൊണ്ട് കഞ്ഞി പോയി ക്യാൻറ്റീനിൽ അമ്മ ഒരു ദുരിതത്തിന് പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. പക്ഷെ ഇറ്റ് വാസ് വെരി ഡിഫറെന്റ്. നേഴ്സുമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെയൊക്കെ ക്ലാസ്മേറ്റ്സിനെയൊക്കെ അല്ലെ, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഇവള് ഞാൻ ചെന്നൈയിലുണ്ടാകുന്ന സമയത്ത് അവൾക്കൊരു അലർജി വന്നു. അപ്പോൾ കൊച്ചി ആസ്റ്ററിലാണ് പോയത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണല്ലോ കൊച്ചി ആസ്റ്റർ. അവിടെ പ്രിയും ഇവളും കൂടെ ആഘോഷമായിരുന്നു. അതായത് ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ പോയ പോലെ. മാത്രമല്ല, ഇപ്പോൾ ഡെലിവറി എന്നൊക്കെ പറഞ്ഞാല് സ്യൂട്ടായി, ഹസ്ബൻഡ് കൂടെ നിൽക്കുന്നു. ഒരു കൈൻഡ് ഓഫ് വെൽ പ്രിപ്പയർഡ് വെക്കേഷനാണ്. അതെ, ഞങ്ങളെ കൊണ്ടുപോയി 3 റൂം കാണിച്ചു. ഇത് നിങ്ങളുടെ ഇൻഷുറൻസ് കവർ ചെയ്യും, ഇത് കവർ ചെയ്യും, ഇത് നിങ്ങൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ 1500 രൂപ കൂടുതൽ വേണം. പേഷ്യന്റ് സെൻട്രിക്. നമ്മൾ മെഡ് കെയറിൽ പോയത് സാർ, നോർമലി മെഡ് കെയർ ഹോസ്പിറ്റൽ ഉണ്ട് ദുബായിൽ, ആസ്റ്ററിന്. മെഡ് കെയറിൽ പോയപ്പോൾ അവിടെ റൂംസൊക്കെ ഭയങ്കര എക്സ്ട്രാവഗന്റ് റൂംസ്, ഫെസിലിറ്റീസ് ഒക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭയങ്കര റൂംസ് ആണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അറബികൾ വന്നാൽ അവർ കംപ്ലീറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അവരെ സ്റ്റാഫ് വന്നിട്ട് ആ ഫർണിച്ചർ കംപ്ലീറ്റ് മാറ്റി, ഫാമിലിക്ക് വേണ്ട ഫർണിച്ചർ ചേഞ്ച് ചെയ്യും, കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇതിനൊക്കെ കൂടി ആറ്റിക്കൽ കൊണ്ടുവരും. എന്നിട്ട് അവരുടെ സാധനങ്ങളൊക്കെ കൊടുന്ന് സെറ്റ് ചെയ്യും.
സെറ്റ് ചെയ്തിട്ട് അവരൊരു 4-5 ദിവസം വന്ന് ഡെലിവറി ഒക്കെ തീർത്ത് എല്ലാവരും ആഘോഷം. മറ്റേ അച്ഛൻ്റെ അമ്മ സിനിമയില് സുകുമാരി ടീം ഇങ്ങനെ ഇരിക്കില്ല നിലത്തിരുന്നിട്ട് നല്ല നൈസ് പത്തിരി. അവരുടെ നമ്മൾ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴേ രോഗി ഓക്കെ അവർക്ക് അവിടെ നിന്ന് എണീക്കണ്ട, ടേക്കൻ കെയർ. പക്ഷെ ഒരു ബൈസ്റ്റാൻഡർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കണം. ചിലപ്പോൾ ബൈസ്റ്റാൻഡറിന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ഉണ്ട്, ഓടിക്കും ഇവിടുന്ന് അവിടെ ബ്ലഡ് ബാങ്കിലോട് അപ്പുറത്ത്. പണ്ട് മെഡിസിൻസ് വാങ്ങാൻ പോണതൊക്കെ ബൈസ്റ്റാൻഡർ ആയിരുന്നു. ഞാൻ ആകെ പുറത്തിറങ്ങിയത് എന്തിനാണെന്നറിയാം, ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ ആ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കാം. ഇവിടെ നമ്മള് മറ്റൊരിടത്ത് നമുക്ക് റൂമിൽ അവര് കൊണ്ടുവന്ന് കണ്ണൂര് കാട് കൊണ്ട് റൂമിൽ കൊണ്ട് റൂമിൽ നിന്ന് ഞാൻ സ്വൈപ്പില്ല. കണ്ണൂരിൽ പിന്നെ വാലേ പാർക്കിംഗ് ഇറ്റ്സ് ലൈക്ക് യു ആർ ഗോയിങ് ടു ഹോട്ടൽ. അത് പറഞ്ഞപ്പോഴാണ് പാരഗണിലെ ഭക്ഷണം ഇവിടെ കൊച്ചി ഹാപ്പി, ഫുൾ ഹാപ്പി. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ചില ആൾക്കാർ പറയുന്നതൊക്കെ, പിന്നെ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഇപ്പൊ 2 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 ദിവസം ഉണ്ടാവുള്ളൂ നാട്ടിൽ വരുന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്കുക, വല്ല കല്യാണോ എന്തെങ്കിലും ഉണ്ടാവും. എന്താ ഒരു ചെറിയൊരു മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന രോഗമൊക്കെ കുറച്ച് കേൾക്കുമ്പോൾ വലുതായിരിക്കും. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഐ മീൻ ഇന്ന് ഫ്ലൈ ചെയ്യുന്നു, ഒരു ദിവസം 1.5 ദിവസം നാട്ടിൽ നിൽക്കുന്നു, ഒരു തിരിച്ചു. അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കോട്ടക്കൽ ആസ്റ്ററിൽ ചെയ്യുന്ന ഒരു മെയിൻ കുറച്ച് പ്രൊസീജിയേഴ്സിൽ ഒരെണ്ണമാണ് ഫൈബ്രോയിഡ് എംബലൈസേഷൻ, അതുപോലെ പ്രോസ്റ്റേറ്റ് എംബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു മുഴയാണല്ലോ. അപ്പോൾ മുഴയിലേക്കുള്ള രക്തോട്ടം നമ്മൾ നിർത്തി കൊടുത്താൽ മുഴയിലേക്ക് രക്തോട്ടം ഇല്ലാതാകുമ്പോൾ രക്തം കിട്ടാതെ ഇല്ലാണ്ടാവും, ചുരുങ്ങിപ്പോകും. ഇതാണ് സിമ്പിൾ ലോജിക്. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. അപ്പോൾ അതിൻ്റെ രക്തോട്ടം ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കയ്യിൻ്റെ ഉള്ളിൽ ചെറിയൊരു നമ്മൾ ഡ്രിപ്പൊക്കെ ഇടാൻ ഉപയോഗിക്കുന്നൊരു സൂചി കണ്ടിട്ടില്ലേ, ഡ്രിപ്പ് ഇടുന്ന ഒരു ചെറിയ സാധനം, സൂചി കുഞ്ഞ്, അതേപോലത്തെ ഒരു സംഗതി, ഒരു ഇതൊക്കെ ഇടുന്ന ഒരു സാധനം, അതുപോലത്തെ ഒരു സാധനം കടത്തി വളരെ തിന്നായിട്ടുള്ള ഒരു ട്യൂബ് കൊണ്ടുപോയിട്ട് ഈ ഫൈബ്രോയിഡിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ അവിടെ പോയി ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. ഫൈബ്രോയിഡിന്റെ രക്തോട്ടം പ്രാക്ടീസ് എക്സ്പീരിയൻസ് മാത്രമല്ല നമ്മൾ കംപ്ലീറ്റ്ലി നോക്കിയിട്ടാ പോണേ. ഇവിടെ കണ്ണടച്ച് പോവല്ല, നമ്മൾ ഇവിടുന്ന് ഫുൾ മാപ്പിലല്ലേ. ഹാർട്ടിന്റെ ധമനികളിൽ വേല ചെയ്യുന്ന ആളാണ്. അല്ല, ആൻജിയോപ്ലാസ്റ്റിക് കാർഡിയോളജിസ്റ്റ്. അപ്പം നാച്ചുറലി രക്തക്കൊഴൽ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ രക്തോട്ടത്തിന്റെ അവിടെ ഇഞ്ചക്ഷൻ കൊടുത്തു, ഫൈബ്രോയിഡ് ചുരുങ്ങാൻ തുടങ്ങി. പേഷ്യന്റ് ഇന്ന് രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് പ്രൊസീജിയർ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേക്കും വീട്ടിൽ പോയി. എനിക്ക് എത്രയോ പേഷ്യൻസ് ഇത് കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം ഫ്ലൈ ചെയ്യുന്ന എത്രയോ പേഷ്യൻസ് ഉണ്ട്. ഒന്നുമില്ല, കാരണം ഇവിടെ ഒന്നും നടക്കൊക്കെ വേണ്ടേ. അതെങ്ങനെയാ ഒരു ഇത് കഴിഞ്ഞ ഒരാൾ എങ്ങനെ എയർപോർട്ടിൽ നടക്കുന്നത്? ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ പേഷ്യന്റ് നേരെ ICUലേക്കല്ല പോകുന്നത്. പിന്നെ ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ നേരെ പേഷ്യന്റ് പോണത് റൂമിലേക്കാണ്. ഡോക്ടർ ഇങ്ങനെ പ്രോപ്പർ അനസ്തേഷ്യ കൊടുത്ത് അനസ്തീസിയ വേണ്ടല്ലോ. ഇവിടെ നമ്മളിപ്പോൾ കുത്തുമ്പോൾ അവർക്കൊരു വേദനയില്ലേ, അത് ഒഴിവാക്കാൻ മാത്രം അവിടെ ഒന്ന് തരും. എന്നിട്ട് പലപ്പോഴും എന്താ വെച്ചാൽ പേഷ്യൻസ് പേടിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ കോട്ടക്കലിലേക്ക് വരുന്ന ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്നായിരിക്കും, അല്ലെങ്കിൽ കോട്ടയത്ത് നിന്നായിരിക്കും, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് വന്ന ആളാകും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യണേ, ഇതാണല്ലേ എങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവർ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴേക്കും എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ അവരോട് വെറുതെ ചോദിക്കും, നമുക്ക് തുടങ്ങിയാലോ? അവരിങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ കിടക്കും, വന്ന സ്ഥലത്ത് തുടങ്ങാം. ഞാൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ ഇറങ്ങും. സത്യത്തിൽ ഇതൊരു തട്ടിപ്പാണോ? അതെങ്ങനെ ശരിയാ? ഒരാൾ ഹോസ്പിറ്റലിൽ മറ്റേ ഫുള്ള് ക്യാനും മറ്റേ കാസറോളും മറ്റേ ഫ്ലാസ്ക് ഒക്കെ കൊണ്ട് അങ്ങനെ അഡ്മിറ്റ് ആയത് ശരിയാവുക? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ സംഗതി വെച്ചാൽ ഇപ്പൊ ഞാൻ പണ്ട് എല്ലായിടത്തും പറഞ്ഞു, നമ്മളിപ്പോൾ പണ്ടൊരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ റൂമാണ്, ഇതേപോലത്തെ റൂമാണ്, ബിൽഡിംഗ് ആണ് കമ്പ്യൂട്ടർ. ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ ഇപ്പൊ നമ്മളെ ഫോണിലിരിക്കുന്ന സാധനം ആ അന്നത്തെ റൂമിനേക്കാളും പവർഫുൾ, എത്രയോ ഇരട്ടി പവർഫുൾ സാധനമാണ്. ചന്ദ്രനിലേക്ക് പോയ അതിന്റെ കമ്പ്യൂട്ടിംഗ് പവർഫുൾ ആണ് ഈ സാധനം. ഇതേപോലെ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അത് മെഡിക്കൽ ഫീൽഡിലും വരുന്നുണ്ട്. പണ്ടത്തെ ഭീകര രോഗങ്ങൾ ഇന്നിപ്പോ കേൾക്കാത്ത പോലെ അല്ലേ? ഇപ്പൊ മലേറിയ പിടിച്ച് മരിച്ചു, ഡിസെൻട്രി പിടിച്ച് മരിച്ചു, കോളറ പിടിച്ച് മരിച്ചു, TB പിടിച്ച് മരിച്ചു. ഇപ്പൊ അതുങ്ങൾ കേൾക്കണ്ടോ? ഈ ഡിസീസിന്റെ ശക്തി കുറഞ്ഞിട്ടല്ല, അതൊന്നും ഇല്ലാതായിട്ടും അല്ല. അതിന്റെ ട്രീറ്റ്മെന്റ് അത്രയും അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് പരിപാടി കഴിച്ചു. ഡോക്ടർ, ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ചോദിക്കാം. നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് എന്ന് ചോദിക്കാമല്ലോ. എൻ്റെ അമ്മ
അമ്മയ്ക്ക് ഫൈബ്രോയിഡ് ഉണ്ട്. ലാസ്റ്റ് ഇയർ ഇതേ സമയത്ത് അമ്മയ്ക്കിത് ഭയങ്കര ഇഷ്യൂ ആയി. ബ്ലീഡിങ് പ്രശ്നം കൊണ്ടുപോയി DNC ചെയ്യുന്നു, വരുന്നു. സർജറി എന്ന് പറഞ്ഞപ്പോൾ അമ്മ 3 മാസം റെസ്റ്റ് എടുക്കും. മനസ്സിലായി. വീട്ടിൽ അമ്മമ്മ അച്ഛനേ ഉള്ളൂ. അപ്പൊ അമ്മ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം താളം തെറ്റും. അപ്പൊ അതുകൊണ്ട് അമ്മമ്മ അത്യാവശ്യം ഒറ്റ മോളാണ്. അപ്പൊ അത്യാവശ്യം ഭയങ്കര അറ്റാച്ച്ഡ്. അപ്പൊ താളം തെറ്റുന്നതിനേക്കാളും കൂടുതൽ അമ്മൂമ്മ ഇമോഷണലി ഉണ്ടാവും. അപ്പൊ അമ്മയുടെ എന്താ വെച്ചാൽ അമ്മയുടെ സിസ്റ്ററിലൊക്കെ അങ്ങനെ അവർക്കൊക്കെ വന്ന് ശരിക്കും ഒരു 3 മാസം റെസ്റ്റ് എടുക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ വേറെ ആള്. അത് മാത്രമല്ല സ്റ്റിച്ച് അറ്റം മുതൽ അറ്റം വരെ. അപ്പൊ 3 months റെസ്റ്റ്. അപ്പൊ അമ്മ ഇപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നു അമ്മയ്ക്ക് 3 മാസം റെസ്റ്റ് ഇതിനുള്ള ഒരു സമയം അമ്മയ്ക്ക് ഇതുവരെ ഒത്തുവന്നില്ല. വീണ്ടും ഇഷ്യൂ ആയി. വീണ്ടും ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഡോക്ടർ എന്ന് പറയുമ്പോൾ അപ്പോഴും അമ്മ പ്രിഫർ ചെയ്യുന്ന DNC ചെയ്ത് നമുക്കൊന്ന് നോക്കാം മാറുമോ ഇല്ലയോ എന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷനാണ് ഐഡിയൽ ഫോർ ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. പേഷ്യൻ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, അമ്മ വന്നു, നമ്മൾ സ്കാൻ ചെയ്ത് MRI നോക്കി, MRI നോക്കിയിട്ട് അതിൽ ഫൈബ്രോയിഡ് എക്സാക്ട്ലി നമ്മൾ ഇന്നതാണ് സൈസ് ഓക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് ഇപ്പോൾ ഇന്ന് എക്സാമ്പിൾ ഒരു രാവിലെ 9 മണിക്ക് OP വന്നു, ഒരു 10 മണിയാകുമ്പോഴേക്കും MRI കഴിഞ്ഞു, 10:30 റിപ്പോർട്ട് കണ്ടു, നമ്മൾ അഡ്മിറ്റ് ചെയ്തു, 10:30 അഡ്മിറ്റ് ചെയ്ത് 11 മണി 11:30 ആകുമ്പോൾ പ്രൊസീജിയറിന് എടുത്താൽ 11:30 മുതൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് പ്രൊസീജിയർ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ പ്രൊസീജിയർ, 15 മിനിറ്റ് 20 മിനിറ്റ്. ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റ് നേരെ റൂമിലേക്ക് എത്തുന്നു, റൂമിൽ റെസ്റ്റ് എടുക്കുന്നു, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും വീട്ടിൽ പോകുന്നു. അപ്പോൾ പോണ സമയത്ത് പേഷ്യൻ്റ് ചോദിക്കും, സാറേ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം? ഒന്നും ശ്രദ്ധിക്കണ്ട, ഒന്നും ശ്രദ്ധിക്കണ്ട, ഫുഡും എന്തും കഴിക്കാം, വെയിറ്റ് എടുക്കാം, ജിമ്മിൽ പോവാം, ഒന്നും ശ്രദ്ധിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജിമ്മിൽ പോകാൻ പറ്റാത്ത എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് വെയിറ്റ് എടുക്കരുതെന്ന് പറയണത്? നമ്മൾ സർജറി ചെയ്യുമ്പോൾ വയറിലെ മസിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പോയി സർജറി ചെയ്ത് തിരിച്ചു വന്ന് ഈ മസിൽ തുന്നി വെച്ചിട്ട് ആ തുന്നുമ്പോൾ പ്രഷർ വരും വെയിറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ തുന്നി പൊട്ടിപ്പോകും. ആ സ്റ്റിച്ച് പൊട്ടാതിരിക്കാനാണ് എന്ത് പറയണേ, വെയിറ്റ് എടുക്കണം. ഇവിടെ സ്റ്റിച്ച് ഇല്ലല്ലോ, ഇവിടെ തുന്നില്ലല്ലോ, മുറിച്ചിട്ടില്ലല്ലോ, ഇവിടെ ചെറിയൊരു കുത്തല്ലേ ഉള്ളൂ. ഈ കുത്തപ്പോ കണ്ടുപിടിക്കാൻ പറ്റൂല, ഭയങ്കര ചെറുതാണ്. അതായത് ഇപ്പോൾ 2 weeks കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ വരുന്ന സമയത്ത് ഞാൻ ചോദിക്കും, നമ്മൾ എവിടെയാ ഇത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും? നമുക്ക് പറ്റൂല. എങ്ങനെ തപ്പി തൊപ്പി നോക്കാന്നല്ല, ഇത് എവിടെ കുത്തിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഇതൊന്നുമില്ലല്ലോ, വേറെ ഒന്നുമില്ല. അല്ല ഇത് ഒറിജിനൽ തന്നെയല്ലേ? ഇത് എന്താ സംഭവിച്ചാല് 1995, അതായത് ഇവിടുന്ന് ഏകദേശം 20-26 കൊല്ലം മുമ്പ് ഫസ്റ്റ് പ്രൊസീജിയർ ചെയ്തിട്ട് ഇപ്പോഴും നമ്മളെ നാട്ടിൽ ഈ പ്രൊസീജിയേഴ്സ് കോമൺ അല്ല. നമ്മളിപ്പോഴും ഓർത്തഡോക്സ് കോമൺ ആണെങ്കിൽ ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾ ഇതിന് അയക്കുവോ? അതാണ് ആൾക്കാർക്ക് അറിഞ്ഞൂടാ. 3 മാസം റെസ്റ്റും അറിഞ്ഞൂടാ. അതിന്റെ വേറൊരു സൈഡ് പറഞ്ഞിട്ട് ഇത് എക്സ്പെൻസീവ് ആണോ സാധാരണ? അല്ല, സർജറിയുടെ അത്ര തന്നെ എക്സ്പെൻസീവ്. ഡോക്ടർ, നമ്മുടെ പ്രശ്നം എന്താ അറിയോ, 3 മാസം റെസ്റ്റും ഇത്രയധികം സ്റ്റിച്ചൊക്കെ കണ്ട് നമ്മൾ യൂസ്ഡ് ആയി. അപ്പൊ അതിൽ കുറയുമ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഇല്ലില്ല. ഇത് ഇന്റർനാഷണലി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് UK, US ഉള്ള സ്ഥലങ്ങളിലാണ് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. ചുരുക്കി പറഞ്ഞ് ഇപ്പോഴും ആൾക്കാർ ചിലപ്പോൾ US, UK പോകുന്നത് ഈ ചികിത്സ ഇവിടെ ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ടും കൂടി ആയിരിക്കും അല്ലേ? ആണോ? എത്രയോ ആൾക്കാർ അവർക്ക് ഇതിന് വേറൊരു വശം കൂടെ ഉണ്ട്. സപ്പോസ് ദിസ് ഫെയിൽസ്, ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഒരു 10% ചാൻസ് ഉണ്ട്. 10%. Nothing to lose, still you can go for a definitive procedure. ഓപ്പൺ പ്രൊസീജിയർ. ആദ്യം തന്നെ നമ്മൾ പോയിട്ട് ഇപ്പോൾ ടയർ ഒന്ന് ബൾജാണ്, യു ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് ദ ടയർ അല്ലേ, യു ക്യാൻ ഹാവ് ആൻ ഓപ്ഷൻ. ലെറ്റ് ഇറ്റ് ബി ദ ലാഡറിലെ ആദ്യത്തെ സ്റ്റെപ്പ്. അതിൽ നിങ്ങളുടെ പ്രശ്നം തീർന്നു. അതായത് ഇപ്പോൾ എക്സാമ്പിൾ 90% can be taken care എന്ന് പറയുമ്പോൾ I think വേറൊരു ആസ്പെക്ട് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സർജറിയാണ് ചെയ്യണമെന്ന് വിചാരിക്കുക, എനി സർജിക്കൽ പ്രൊസീജിയറിന് റിസ്ക് ഉണ്ട്, ഉണ്ടല്ലോ. അതല്ലേ പേടി. അപ്പം ആ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു യൂട്രസ് ഒക്കെ ഒഴിവാക്കുന്ന ഒരു സർജറിയുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 1500 സർജറി ചെയ്യുമ്പോൾ ഒരാൾക്ക് അപകടം വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് അതിൻ്റെ റിസ്ക്. 1 in 1500 വളരെ റെയറാണ്. Less than 0.1%. പക്ഷേ ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷനും ഒരു റിസ്ക് ഉണ്ട്. അതിന്റെ റിസ്ക് എത്രയാണെന്ന് അറിയാം? 1 in 15,000. 15,000. അതായത് 10 ഇരട്ടി സേഫ് ആണ്. അതായത് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ 10 എണ്ണം ബാക്ക് ടു ബാക്ക് 10 എണ്ണം ചെയ്താലാണ് ഒരു സർജറിയുടെ റിസ്ക് ആവുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞ അമ്മ അനുഭവിച്ച വേദന, മെന്റൽ ടെൻഷൻ, ഞങ്ങളുടെ വീട്ടിലുണ്ടായ മൊത്തം പ്രശ്നം എല്ലാം വേണ്ടാത്തായിരുന്നു. ഇനി അതുമല്ല, ചില ആൾക്കാരോട് ഫൈബ്രോയിഡ്, ഞാൻ ചില സമയത്ത് പേഷ്യൻസ് ഫൈബ്രോയിഡിന്റെ പേഷ്യൻ്റ്, ഞാൻ കാർഡിയോളജിസ്റ്റ് ആണല്ലോ, അവർ വന്നിട്ട്
നിങ്ങൾ ഭയങ്കര കാർഡിയോളജിസ്റ്റ് തന്നെയാണോ? അല്ലേ? മൂപ്പരെ കണ്ട സിനിമ കാണണം പോലല്ലോ. ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി. ഇവർ ഈ എൻ്റെ ഫ്രണ്ടിൽ ഒ പിയിൽ സീറ്റിൽ വന്നിരുന്നിട്ട് ഫൈബ്രോയിഡിനെ കുറിച്ച് ഭയങ്കര ടെൻഷൻ, ഭയങ്കര ഞാൻ അവരോട് പറയും, നിങ്ങൾ ഒരു സ്നേഹത്തിൽ പറയട്ടെ, ഈ സീറ്റിലിരിക്കുന്നതിൽ ഏറ്റവും സേഫസ്റ്റ് പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കാണ്. സാധാരണ നേരത്തെ വന്ന ആൾക്കാർക്ക് ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് ഒക്കെ പറഞ്ഞു പോയ ആൾക്കാർ ഇരുന്ന സ്ഥലത്താണ് നിങ്ങൾ ഈ ഫൈബ്രോയിഡും പറഞ്ഞിട്ട് ഈ സീൻ ഉണ്ടാക്കുന്നത്. ഇതിന് നിങ്ങൾ സീൻ ഉണ്ടാക്കില്ല, ഈ സാധനത്തിന് നിങ്ങൾ സീൻ ഉണ്ടാക്കല്ലേ, വെറുതെ ഒരു സാധനത്തിന്. അല്ല, ഉള്ള കാര്യം പറയല്ലോ, നിങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്, നിങ്ങളെ പൊക്കി പറയാന്നിരിക്കരുത്. ഡോക്ടർ ആശുപത്രി എന്നൊക്കെ പറഞ്ഞാൽ പേടിയാണ്. അതിപ്പോ എന്താ അറിയോ ഡോക്ടർ, എൻ്റെ ഈ കൈ മുറിഞ്ഞു, അപ്പുറത്ത് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് കിടക്കണം, പക്ഷെ എനിക്കിതാണ് ഒരു സംഭവം ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ ദുബായിൽ മംസാർ ബീച്ചിൽ നടക്കാൻ പോയതാണ്. അപ്പൊ എനിക്കത് BP കൂടുന്ന പോലെ തോന്നി. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ സ്റ്റാഫ് ഉണ്ട്, അവർ ഭയങ്കര മിടുക്കം പറയാം. ഉടനെ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസിൽ ലൈറ്റൊക്കെ ഇട്ട് ദുബായ് തെരുവീതിയിലുള്ള നമ്മൾ പോയിട്ട് ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ എന്നെ ഒരു ബെഡിൽ കിടത്തി. ചുറ്റുമുള്ള 5-6 ബെഡിലുള്ളവർ നിലവിളിക്കുക, എന്റെ BP പിന്നെയും കൂടി. ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നു, അത്രയും കൂടുതലായിരുന്നു. അപ്പൊ അങ്ങനത്തെ സീനില്ല. ഇല്ല, ഇതിലിപ്പോൾ ഇത് ഫൈബ്രോയിഡിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതിലിപ്പോൾ സർജറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അനസ്തീസിയ ഇല്ല, സ്റ്റിച്ചില്ല, മുറിവില്ല, ICU ഇല്ല, റെസ്റ്റ് വേണ്ട, ചില്ലി ചിക്കൻ കഴിക്കാം, ഇമ്മീഡിയറ്റ്ലി കഴിക്കാം. മട്ടൻ ബിരിയാണി എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ലേഡി സർജറി കഴിഞ്ഞ് പോകാൻ നിൽക്കുക, പ്രൊസീജിയർ കഴിഞ്ഞ് പോകാൻ നിൽക്കുക, പിറ്റേ ദിവസം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ അവർ ചോദിച്ചു റെസ്റ്റ് എന്തെങ്കിലും വേണം. ഞാൻ റെസ്റ്റ് ഒന്നും വേണ്ട, ഒന്നുമില്ല, ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ട്. ലേഡി പറഞ്ഞു, സാർ അങ്ങനെ പറയരുത്, ആകെ കിട്ടുന്ന സമയം 2 ആഴ്ച റെസ്റ്റ് പറയണം. എന്ത് വർത്തം സാറ് പറയുന്നത്? ആകെ കിട്ടുന്ന ഒരു സമയമാണ് അത്. സാർ ഇല്ലാതാക്കരുത്. ഇവരെ മുമ്പിൽ മുമ്പരെ വെച്ചിട്ട് പറയാം, ഇവരെ മുമ്പിലൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാലോ നാളെ മുതൽ എനിക്ക് പിന്നെയും പഴയ പണി. രാത്രി തന്നെ ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരും. അല്ല, അത് കറക്റ്റാ. കാരണം ഒരു സാധനത്തിന് ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ, റെസ്റ്റ്, വെയിറ്റ് എടുക്കരുത്, അതൊക്കെ ഇല്ലാതെ അപ്പൊ ശരിക്കും ഒരാൾക്ക് രാവിലെ നടന്ന് ഇതിനകത്ത് കയറി വേണമെങ്കിൽ വൈകുന്നേരം നടന്ന് തിരിച്ചു പോകാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിലൊരു സംഭവം, ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പം ഞാൻ സാധാരണ നേരത്തെ പറഞ്ഞാൽ പേഷ്യൻ്റ് ഉച്ചയ്ക്ക് ചെയ്യുന്നു, പിറ്റേ ദിവസം രാവിലെ വിടുന്നു എന്നാണല്ലോ. ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നു, കുറച്ച് ദൂരം നിന്ന് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് പാരലൈസ്ഡാണ്. യങ്ങാണ് അവർ, പക്ഷേ ഹസ്ബൻഡ് പാരലൈസ്ഡാണ്, പാരാലിസിസ് വന്ന് കിടക്കുകയാണ്. അവർക്ക് ടോയ്ലറ്റിൽ പോകാനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഞാൻ. വേറെ ആരും പുള്ളിക്ക് പറ്റില്ല. കുറച്ചൊരു ദേഷ്യമുണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്കിത് ഒരു ദിവസം കിടക്കാണ്ട് ചെയ്തു തരാൻ പറ്റും. ഒരു ദിവസം കിടന്ന വീട്ടിൽ ആരും ഉണ്ടാവില്ല, രാത്രി ആളില്ല. ഞാൻ ആയിക്കോട്ടെ, വിൽ ഡു ഇറ്റ്. രാവിലെ 8 മണിക്ക് വന്നു, വൈകുന്നേരം 8 മണിയാകുമ്പോഴേക്കും അവർ വീട്ടിലുണ്ട്. പിന്നത്തെ പ്രാവശ്യം റിവ്യൂവിന് വന്നപ്പോൾ എന്തൊരു കരച്ചിലായിരുന്നത്. കാരണം വെച്ചാൽ ഷി വാസ് സോ കൺസേൺഡ് അബൌട്ട് ഹസ്ബൻഡിന് ഇവരെ മാറി നിന്നാൽ നടക്കില്ല. വേറൊരു പേഷ്യൻ്റ് വന്നപ്പം OP കയറാൻ ഇച്ചിരി ഡിലേ വന്നു. ഒരിച്ചിരി അപ്സെറ്റായിരുന്നു. ഇത്ര ചെറിയ ഡിലേക്ക് എന്തിനാണ് നിങ്ങൾ ഇത്ര? സാറിന് പറയാറില്ല, എൻ്റെ മോന് മാനസികമാണ്, ഈ മെൻ്റലി റിട്ടാർഡാണ്, ഭയങ്കര വയലൻ്റാണ്. അവനെ കാറിലിരുത്തിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാറിൽ എൻ്റെ അനിയത്തിയുണ്ട്, ഞാൻ എങ്ങാനും ലേറ്റായ അവളെ പിച്ച് ചീന്തു, അത്ര വയലൻ്റ് ആവാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി അപ്സെറ്റ് ആവുന്നത്. ഞങ്ങൾക്കിത് ചെയ്യാൻ ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്, ഈ മോനെ നോക്കാൻ വേറെ ആരും ഉണ്ടാവും. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആൾക്കാർക്ക് ഇതേ വഴിയുള്ളൂ. ജോലിയിൽ ലീവ് കിട്ടാത്തവര്, സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഈ ഓപ്ഷൻ ഉണ്ടല്ലോ. എന്തിനാ വെറുതെ നമ്മൾ വലിയൊരു സർജറി അറിയാതെ പോയ? അല്ല, നമുക്ക് താല്പര്യം, നമ്മൾ അതങ്ങനെയല്ല, അത് നമ്മളെന്നല്ല, സ്വന്തം അമ്മയുടെ കാര്യത്തിൽ നമുക്കിത് അറിയില്ലായിരുന്നു അല്ലേ? പലപ്പോഴും ഓപ്ഷൻസ് പറയുന്നില്ല.